الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين ബഹുമാന്യ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുക. നമുക്കറിയാം, ദുൽഖഅദ മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ടതുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം മനസ്സിലാക്കാത്ത, അദ്ദേഹത്തിൻ്റെ ജീവിതം അഖിലവും മാലോകർക്ക് മാതൃകയായി എടുത്തു കാണിച്ച വിഷയം പഠിക്കാത്ത ഒരാൾക്കും ഹജ്ജുമില്ല, ഇസ്ലാമുമില്ല എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യം വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. തീർച്ചയായും നാം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു, പിന്നെയോ അദ്ദേഹം പരലോകത്ത് സത്യസന്ധന്മാരിൽ സാലിഹ്യങ്ങളിൽപ്പെട്ട ആളാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞല്ലോ, ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا. പിന്നീട് നാം നിനക്ക് വഹ്യ് നൽകി, നീ ഇബ്രാഹിം നബിയുടെ മാതൃക പിൻപറ്റണമെന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 കാര്യങ്ങളെ ഇസ്ലാം കാര്യങ്ങളായി പഠിപ്പിച്ചപ്പോൾ അതിൽ 5-മത്തത് ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ചില വിദൂര ദിക്കുകളിൽ നിന്നും അടുത്ത പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ അവിടെ കഴിവുള്ള ആളുകൾ എത്തിച്ചേരണമെന്ന് കൽപ്പിക്കുമ്പോൾ ആ നാടിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചും
ഖുർആൻ അതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ഹദീസുകളിലൂടെ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളുമൊക്കെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ഒന്നാമതായി യുദ്ധം നിരോധിക്കപ്പെട്ട മാസം ഹജ്ജിന്റെ മാസമെന്ന് അറിയപ്പെടുന്ന ദുൽഖഅദയിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മക്കയുടെ അല്ലെങ്കിൽ ആ മക്കയാകുന്ന പ്രദേശത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് നേർക്കുനേരെ പേരു പറയാതെ സൂറത്തുൽ ബലദ് എന്ന നിലക്ക് അള്ളാഹ് സൂചിപ്പിച്ചു. എന്താ അതിൻ്റെ പ്രത്യേകത? അത് മക്കയാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പദപ്രയോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ കാണാം. മുബാറക്കൻ വ ഹുദൻ എന്ന് കാണാം, അനുഗ്രഹീതം. അതുപോലെ തന്നെ ഹറമൻ ആമിനൻ, നിർഭയമായ രാജ്യം. ബലദിൽ അമീൻ, വിശ്വസ്തമായ രാജ്യം. തുടങ്ങിയുള്ള പല പേരുകളിലൂടെയും ഖുർആൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സൂറത്തുൽ ബലദിലെ 20-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പരിശോധിച്ചാൽ അസ്ഹാബുൽ മൈമന സ്വർഗക്കാര്, അസ്ഹാബുൽ മശ്അമ നരകക്കാര് ആരാണെന്നും അതിൻ്റെ കാരണം എന്താണെന്നും വളരെ കൃത്യമായി അവിടെയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ചില വസ്തുതകൾ പരിശോധിച്ചാൽ ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു നാടാണ് മക്ക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നമാ ഉമിത്തു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തിൽ ലതി ഹറമഹാ, അല്ലാഹ് പവിത്രമാക്കിയ രാജ്യം എന്ന നിലയിൽ ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു വശം. രണ്ടാമത്തേതായി നമുക്ക് കാണാൻ കഴിയുന്നത് ധാരാളം പ്രാർത്ഥനകൾ ഇബ്രാഹിം നബിയുടേതുണ്ടല്ലോ. അത് തന്നെ പഠിക്കാനും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ, നാഥാ ഈ രാജ്യത്തെ നീ നിർഭയമുള്ള രാജ്യമാക്കണമേ. അവിടെ കലാപമുണ്ടാകരുത്, യുദ്ധഭീതി ഉണ്ടാകരുത്. അതേപോലെ തന്നെ ആത്മീയമായ സമാധാനവും അല്ലാത്ത നിലക്കുള്ള സമാധാനവും ലഭിക്കുന്ന നിർഭയത്വമുള്ള ഒരു രാജ്യമാക്കി മാറ്റണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹ്മിലു ഫീഹാ സിലാഹുൻ ലിൽ ഖിതാലി വലാ യഖ്തഉ മിൻഹാ ശജറ, ഒരായുധം കൊണ്ട് അവിടെ പ്രവേശിക്കാനോ യുദ്ധത്തിന്റെ നിലയിൽ അവിടെ സമീപിക്കാനോ പാടില്ല, ഏറ്റുമുട്ടലുകൾ പാടില്ല. എന്നാൽ സൂറത്ത് ബഖറയിൽ അല്ലാഹ് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പ്രതിരോധിക്കാനുള്ള അവസാനത്തെ ചാൻസ് എന്ന നിലക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. എന്തായിരുന്നാലും നിർഭയത്വം എല്ലാ നിലക്കും ആ പ്രദേശത്തുണ്ടാകണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്താ? വർസുഖ് അഹ്ലഹു മിനത്ത് തമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫർ. അല്ലാഹുവേ, ഈ ഊഷര ഭൂമിയിൽ മൊട്ടക്കുന്നായ കരിമ്പാറക്കെട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന വിശാലമായ മണൽപ്പരപ്പ്, ഒരു നിലക്കും കൃഷിയോഗ്യമല്ലാത്ത ആ സൗദി അറേബ്യ മുഴുവനും എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രത്യേകിച്ച് ആ മക്കയുടെ ഓരങ്ങളിൽ കഅബം സ്ഥിതി ചെയ്യുന്ന, മസ്ജിദുൽ ഹറം സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം കരിമ്പാറക്കെട്ടുകളും കുന്നുകളുമായിരുന്നു. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച ആ സന്ദർഭത്തെ സംബന്ധിച്ച് ആലോചിച്ചു നോക്ക്. ഇടുങ്ങിയ ആ സ്ഥലത്ത് ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ഒരു പ്രാർത്ഥന, പക്ഷേ ആ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചു. നമ്മുടെ നാട്ടിൽ പോലും ലഭിക്കാത്ത ഫലവർഗങ്ങളും പഴവർഗങ്ങളും ധന്യമായ നിലക്ക്
സുഭിക്ഷമായ നിലക്ക് 20-25 ലക്ഷം ആളുകൾ ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ പോലും അതിൻ്റെ ലഭ്യത നഷ്ടപ്പെട്ടു പോകാത്ത വിധത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി. അത് സുലഭമാണ്, ഞാനത് വിശദീകരിക്കേണ്ടതില്ല. എന്തിനധികം പറയുന്നു, നമ്മളുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾ ആ ഊഷര ഭൂമിയിലൂടെ നിരന്തരമായ കഠിനാധ്വാനം നടത്തി അവിടെ നിന്ന് ലക്ഷങ്ങളും കോടികളും നമ്മളുടെ നാട്ടിലേക്ക് അയക്കുന്ന വിധത്തിലുള്ള റിസ്ക് അല്ലാഹു നൽകിയ ഉപജീവന മാർഗം, ആ വിശാലത പോലും ആ നാട്ടിൽ അല്ലാഹു ഉൾപ്പെടുത്തി. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമാക്കി മാറ്റി അല്ലാഹു അതിനെ. എന്തുമാത്രം വിശാലമാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. അതുകൊണ്ട് ആ നിലക്ക് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയും സകല ഫലങ്ങളും അവിടെ ലഭ്യമാവുകയും ചെയ്യുന്നു. വറ്റാത്ത സംസമിന്റെ ഉറവിടം വിശദീകരിക്കേണ്ടതില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞൊരു കാര്യം എന്താ, ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. നമ്മളോടാണ് ആ കൽപ്പന. നമ്മൾ ധരിക്കുന്ന വസ്ത്രമാകട്ടെ, കഴിച്ച ഭക്ഷണമാകട്ടെ, അതിൻ്റെ എല്ലാം വലിയ സ്രോതസ് ആ മക്ക മരുഭൂമിയിലെ ആളുകൾ അയച്ചു നൽകുന്ന കാശാണെങ്കിൽ ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. രണ്ട് വശവും നിർഭയത്വം ലഭിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്കും അന്നം ലഭിക്കപ്പെടുന്ന ഒരു രാജ്യം എന്ന നിലക്കും ആ നാടിന്റെ പ്രധാനപ്പെട്ട അവിടെ നിർമ്മിക്കപ്പെട്ട കഅബയാകുന്ന ആ ഭവനത്തിന്റെ രക്ഷിതാവിനെ ആരാധിക്കണം. ഇനിയോ ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം, ഇതാണ് ഞാൻ ഓതിവെച്ച ആയത്ത്. എല്ലാ വർഷങ്ങളിലും ഹജ്ജിന്റെ അവസരങ്ങൾ വരുമ്പോഴും അതുപോലെ പല ഘട്ടങ്ങളിലുമായി നമ്മൾ കേൾക്കാറുണ്ട്. കഅബയെ സംബന്ധിച്ചിടത്തോളം ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദാ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അനുഗ്രഹീതവും മാർഗദർശനവുമായ ഒരു സ്ഥലം, ഒരു പ്രദേശം, ആ രാജ്യമാണ് മക്ക. മക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമുണ്ട് എന്ന സവിശേഷത, നേരത്തെ ഞാൻ പറഞ്ഞ സവിശേഷതകൾക്ക് പുറമെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണ് കഅബം പടുത്തുയർത്തിയത് എന്ന ഹദീസിന്റെ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും മലക്കുകളാണ് ആദ്യത്തിൽ അത് നിർമ്മിച്ചത് എന്നതും പിന്നീട് പ്രവാചകന്മാരാൽ പല പ്രവാചകന്മാരും അത് പടുത്തുയർത്തിയിട്ടുണ്ട് എന്ന അസറുകൾ തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഖുർആൻ പറഞ്ഞ വശം വെച്ച് നോക്കിയാൽ ഒന്നാമത്തെ ഭവനം അത് തന്നെ. ഇനി മറ്റൊന്ന്, ജൂത ക്രൈസ്തവരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 17-18 മാസക്കാലം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചപ്പോൾ അവർ അതിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയും ആ നിലക്കവർ കുറ്റം കൊള്ളുകയും ചെയ്തു. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് കഅബാലയത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, നീ എവിടെയാണെങ്കിലും മസ്ജിദുൽ ഹറമിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കണം എന്ന ആയത്ത് അത് ഇറങ്ങിയതിനു ശേഷം അപ്രകാരം നബി ചെയ്തപ്പോൾ ആ ഘട്ടത്തിൽ ഇവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വചനം ഇറങ്ങിയത്. ഇന്ന അവല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലവും ആ ഘട്ടത്തിലാണ്. എന്നിട്ട് നബി പറഞ്ഞു മറ്റൊരു പവിത്രതയായിട്ട് അസ്സലാത്ത് ഫീ മസ്ജിദി ഹാദാ, അതെവിടെയാണ് നബി പറയുന്നത്? മസ്ജിദുൻ നബവിയിൽ വെച്ച് നബി പറയുന്നു, എന്റെ ഈ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. മറ്റു പള്ളികളെ അപേക്ഷിച്ച് 1000 റക്അത്തിന്റെ പ്രതിഫലമാണ് ഒന്നിന്.
എന്നിട്ട് നബി പറഞ്ഞു വസ്സലാത്തു ഫീ മസ്ജിദിൽ ഹറം ഹറാം അഫ്ളലു മിൻ മിഅത്തി അൽഫി മറ മിഅത്തി അൽഫി സ്വലാ. 1,00,000 പ്രതിഫലമാണ് ഹറമിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ. അതുകൊണ്ട് ഉംറയും ഹജ്ജും നടത്തുന്ന ആളുകൾക്ക് എത്രമാത്രം പ്രതിഫലം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. അത് കേവലം ഒരു പോക്കുവരവ് മാത്രമായി കൂടാ, ഒരു ടൂറല്ല. അവിടെ വെച്ച് നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരം, മയ്യത്ത് നമസ്കാരം, മഴയെ തേടിയുള്ള നമസ്കാരം, ഗ്രഹണ നമസ്കാരം, ജുമുഅ നമസ്കാരം, തറാവീഹ് നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങൾ, ഇവക്കെല്ലാം ഈ പറഞ്ഞ പ്രതിഫലമുണ്ട്. എത്ര പ്രയാസപ്പെട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. അത് നഷ്ടപ്പെടുത്തി കളയുന്ന പലരും നമ്മളുടെ കൂട്ടത്തിലില്ലേ? കാരണം എന്താ? കുറെ ദൂരം നടക്കണം, കിലോമീറ്ററുകൾ നടന്ന് ഹറമിലെത്തി അവിടുന്ന് തിരിച്ച് റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തിന്റെ സമയമായി. അപ്പൊ ഇനി കഴിയില്ല, അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ അയാൾക്ക് നഷ്ടം. എന്തിനാ ഇത്രയും കാശ് മുടക്കി പോകുന്നത്? അത്രയേറെ പ്രതിഫലമുള്ള ആ പള്ളിയിൽ വെച്ച് നമസ്കരിക്കാനും ഉംറയും ഹജ്ജും ഒക്കെ സ്വീകരിക്കപ്പെട്ട് അള്ളാഹുവിന്റെ അടുക്കൽ പാപമുക്തനായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരിൽ പെടാനും അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇനി അതേപോലെ തന്നെ പരിസരത്ത് ജോലിയുള്ള കുടുംബക്കാരും പരിചയക്കാരും ബന്ധുക്കളും മക്കളൊക്കെ ഉണ്ടാവും. അവരോട് പറയുക, നിങ്ങൾ എന്തായിരുന്നാലും കിട്ടുന്ന സമയം അവിടെ പോയി 2 റക്അത്ത് നമസ്കരിക്കാൻ, അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ. ഈ അവസരം നീണ്ടു കിട്ടിക്കൊള്ളണമെന്നില്ല. നിയമങ്ങൾ മാറി വരാം, സാഹചര്യം മാറാം, പ്രായം കൂടാം, ആരോഗ്യം കുറയാം. ഈ നിലക്കുള്ള പല കാരണങ്ങളാലും പിന്നീട് അങ്ങോട്ട് പോകാൻ കഴിയാതെ വന്നേക്കും. അതുകൊണ്ട് അവിടെ ജോലിയുള്ള ആളുകളും ഉംറക്കും ഹജ്ജിനും പോകുന്ന ആളുകളും ഈ കാര്യങ്ങൾ, അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇനി അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം എന്താ? ഓരോന്നും മറ്റൊന്നിനെ അപേക്ഷിച്ച് പ്രാധാന്യം തന്നെ. ഒരുപാട് പ്രാവശ്യം കേട്ട ഹദീസ്. 3 സ്ഥലങ്ങളിലേക്കല്ലാതെ പുണ്യയാത്ര പാടില്ല, വിരോധിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും പുണ്യയാത്ര നടത്താൻ 3 പള്ളികളിലേക്കല്ലാതെ പാടില്ല. ഞാനത് വിശദീകരിക്കുന്നില്ല. മസ്ജിദുൽ ഹറം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, അതാണ് 3 എണ്ണം. എന്നാൽ നമ്മളുടെ നാട്ടില് സിയാറത്ത് ടൂർ എന്ന നോട്ടീസ് ഒട്ടിച്ച് പരസ്യപ്പെടുത്തി ദുനിയാവിന്റെ, കേരളത്തിന്റെ അല്ല മറ്റു ഭാഗങ്ങളിലേക്കും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ആളുകളെ സിയാറത്ത് ടൂർ എന്ന പേരിൽ സംഘടിപ്പിച്ച് ശിർക്കൻ വിശ്വാസത്തിലേക്ക്, ഖബർ പൂജയിലേക്ക് കൊണ്ടുപോകുമെന്ന് ആർക്കറിയാം? റസൂലുള്ളാഹിക്കറിയാം. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാടില്ല. അങ്ങനെയുള്ള പുണ്യയാത്ര നടത്താൻ ഒരു തെളിവും പരിശുദ്ധ ഖുർആനിലില്ല. അത് അജ്മീറിലേക്കാണെങ്കിലും മൊനമ്പത്തേക്കാണെങ്കിലും CM മക്കാമിലേക്കാണെങ്കിലും ദുനിയാവിന്റെ ഏത് സ്ഥലത്താണെങ്കിലും ഈ 3 സ്ഥലത്തേക്കല്ലാതെ പുണ്യയാത്ര പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ആ വിധത്തിൽ മനുഷ്യൻ ഇപ്പറഞ്ഞതുപോലെ തവാഫ് ചെയ്യണോ? എന്തിനാ പോകുന്നത്? ചിലരൊക്കെ തവാഫ് ചെയ്യും, ഖബറിന് തവാഫ് ചെയ്യുന്നത് കാണാം. ചില സ്ഥലങ്ങളിൽ പള്ളിക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നത് കാണാം. ഒരു കാരണവശാലും പാടില്ല. കാരണം ഖുർആനിൽ തന്നെ കാണാം, സൂറത്തുൽ ബഖറയിൽ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ. സഫയും മർവയും ആ വിഷയം പറഞ്ഞെടുത്ത് അല്ലാഹ് പറഞ്ഞു. അതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുള്ള ആ സഫയിലും മർവയിലും ഒരാള് സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്ക് നടക്കുന്ന ആ നടത്തം, അതിന് യാതൊരു വിരോധവും ഇല്ല. ആ നിലക്കുള്ള തവാഫ് കഅബാലയുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. സഫയും മർവയുമായി ബന്ധപ്പെട്ടുള്ള നടത്തം അവിടെ മാത്രമാണ് അനുവദിച്ചത്, മറ്റൊരു സ്ഥലത്തും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഖുർആൻ അതെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റു ചില കാര്യങ്ങൾ, അവസാനം ഇസ്ലാം ചുരുങ്ങുന്നതോ, ഇന്നൽ ഇസ്ലാമ ബദഅ ഗരീബ,
വസയഊദു ഖരീബാ. ഒരു വിദേശിയെ പോലെ ആർക്കും പരിചയമില്ലാത്ത നിലക്ക ഇസ്ലാം ഈ ഭൂലോകത്തേക്ക് വന്നത്. ആളുകൾ കൂടുതലായി വിശ്വസിച്ച പ്രവാചകന്മാരുടെ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രവാചകനായതിനാൽ അദ്ദേഹത്തിന്റെ ദഅവത്തിലൂടെ ഈ സമൂഹത്തിന്റെ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് എത്തിക്കാൻ സാധിച്ചു. അതിനാൽ ആ നിലക്ക് തുടക്കത്തിൽ സ്വീകരിക്കാൻ ആളില്ലാത്ത നിലയിൽ ആയതുപോലെ അവസാനവും ഇസ്ലാം അങ്ങനെയാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ യഅ്രിസു ബൈനൽ മസ്ജിദൈനി കമാ തഅ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹാ. പാമ്പ് അതിന്റെ മാളത്തിലേക്ക് ചുരുങ്ങുന്നത് പോലെ രണ്ട് പ്രദേശങ്ങളിലായി, മക്കയിലും മദീനയിലുമായി അന്ത്യദിനത്തിൽ ഇസ്ലാം ചുരുങ്ങുമെന്നർത്ഥം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മനുഷ്യന് പള്ളികൾ നഷ്ടപ്പെടുന്ന, മനസ്സിലായോ, ഇസ്ലാമിക നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത, മുസ്ലിമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത, മുസ്ലിം എന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ ആയിത്തീരുന്ന സാഹചര്യത്തിലേക്ക് ഇസ്ലാം ചുരുങ്ങുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മളുടെ ഈ ലോകത്തുള്ള നമ്മളുടെ മുസ്ലിംകളായ കേരളത്തിലുള്ള ആൾക്കാർ കാര്യം ആലോചിച്ച് നോക്ക്. കല്യാണങ്ങളിൽ, ആഘോഷങ്ങളിൽ, പരിപാടികളിൽ ഇസ്ലാം ചുരുങ്ങി 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 എങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു? തന്റെ ഇടത്തോടു കൂടി ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ പറ്റുന്നവരും, ആ നിലക്ക് ആ അഭിമാനം, ഇസ്ലാമിന്റെ ചിട്ടകൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളും ചുരുങ്ങിയോ ഇല്ലയോ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും മറ്റു രംഗങ്ങളിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് മോശമാക്കി ചിത്രീകരിക്കുന്ന മുസ്ലിം നാമധാരികളായ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ അതിന്റെ മറുവശം ഇതാണ് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും, നല്ല നമസ്കാരക്കഴമ്പുള്ള വാപ്പാന്റെ ഉമ്മാന്റെ മക്കള് ആ നിലക്ക് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ, അത്തരം ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ അതാണ്. അങ്ങനെ ഇസ്ലാം ചുരുങ്ങിയിട്ട് അവസാനം മക്കയിലും മദീനയിലുമായി തീരും. ആ നാട്ടിന്റെ പവിത്രതയെ പറ്റി ആലോചിച്ച് നോക്ക്. മറ്റൊന്ന് മസീഹു ദജ്ജാലിന്റെ വരവുമായി ബന്ധപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഊഹു ദജ്ജാലു ഇല്ലാ മക്കത വ മദീന. മക്കയിലും മദീനയിലുമല്ലാത്ത ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും അവൻ ചുറ്റി സഞ്ചരിക്കും. ആളുകളെ ഇസ്ലാമിൽ നിന്ന് വഴിതെറ്റിക്കും. ആളുകൾ മുസ്ലിങ്ങളല്ലാതാകും. അവസാനം മക്കയിലും മദീനയിലും അവൻ എത്തിപ്പെടും. ലൈസ ലഹു മിൻ നിഖാബിഹാ നഖബുൻ ഇല്ലാ അലൈഹിൽ മലായികതു സാഫീന യഹ്റുസുനഹാ. ആ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവിടെ മാലാഖമാര്, മലക്കുകൾ, നിരവധി മലക്കുകളെ കൊണ്ട് അള്ളാഹു അവനെ തടയുകയും അതിനെ അള്ളാഹ് സംരക്ഷിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇത്തരം നിരവധി കാര്യങ്ങളുടെ പവിത്രത ഒളിഞ്ഞു കിടക്കുന്ന മഹത്വമേറിയ ഒരു രാജ്യം. ഇനി ഇസ്രാഉം മിഅ്റാജുമായി ബന്ധപ്പെട്ട് നോക്ക്. ആ മസ്ജിദുൽ ഹറമിൽ നിന്ന് സുബ്ഹാനല്ലദി യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, അവിടുന്നാണ് അതിന്റെ തുടക്കം കുറിച്ചത്. അവിടുന്ന് അങ്ങോട്ട് ആകാശ ആരോഹണം ഉണ്ടായപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തിന്റെ നിർബന്ധിതാവസ്ഥയും എത്ര നമസ്കാരം എന്ന തീരുമാനങ്ങളും കാര്യങ്ങളും അത് ഇസ്ലാമിലെ വലിയ ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു. അതിന് തുടക്കം കുറിച്ചത് മസ്ജിദുൽ ഹറമല്ലേ. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതും വളർന്നതും ആ നിലക്കുള്ള മഹത്വമേറിയ മണ്ണ് എന്ന സവിശേഷത, ഖുർആനിന്റെ ലോക മനുഷ്യർക്കുള്ള വെളിച്ചം എന്താ അല്ലാഹ് പറഞ്ഞത്? തറഫുഹു ബിയദില്ലാഹ് വതറഫുഹു ബിഐദീകും. ആ ഖുർആനിന്റെ ഒരറ്റം റബ്ബിന്റെ കൈകളിലാണ്, ബാക്കി ഒരറ്റം നിങ്ങളിലും. റബ്ബിന്റെ കയ്യിൽ ഒരറ്റം, മറ്റേ അറ്റം നിങ്ങളുടെ കൈകളിലും. ആ ആകാശ ലോകത്ത് നിന്ന്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രത്യേകമായ പ്രകാശം
24 മണിക്കൂറും 365 ദിവസവും ഒരു സെക്കൻഡും ഒഴിവില്ലാത്ത വിധത്തിൽ ആ പ്രകാശം ഭൂലോകത്തേക്ക് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആ പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഹിറാ മലയിലാണ്, മക്കയിലാണ്. ഇനി നിങ്ങൾ നോക്ക്, ഹജ്ജും ഉംറയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ എത്തിച്ചേരുന്നു. ഒരു വർഷം, ഒരു നേരം പോലും, ഒരു സെക്കൻഡ് പോലും ഇടമുറിയാത്ത തവാഫ്. ഇത് എത്ര വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്നു. ഇങ്ങനെയുള്ള അതിലൂടെ, ഹജ്ജിലൂടെ, ഉംറയിലൂടെ ഒരുപാട് ആളുകൾ സ്വർഗത്തിലെത്തുന്നു. പോയിട്ട് അത് നേടാൻ കഴിയാത്ത ആളുകളുടെ നഷ്ടം എത്ര ഭയങ്കരമാണ്, മഹത്വമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സഹാബികൾ ജീവിച്ചു. ആ സഹാബികളിൽ ശത്രുക്കളായ ആളുകൾ വരെ സഹാബികളിൽപ്പെട്ട ആൾക്കാരുടെ ജീവിതം, അവരുടെ ഭരണം ലോകത്തിന് മാതൃകയാണ് എന്ന് പറയിപ്പിക്കത്തക്ക വിധത്തിൽ വളരെ സ്ഫുടമായ, കൃത്യമായ ജീവിത ശുദ്ധി കാത്തു സൂക്ഷിച്ച മനുഷ്യരുടെ സംസ്കാരം എന്തെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത സഹാബത്ത് വളർന്നത് ആ മക്കയിലും മദീനയിലും ആയിരുന്നു എന്ന് നമുക്കറിയാം. ഹിജ്റ വേളയിൽ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ ദുഷ്ടരായ ആളുകൾ ജീവിച്ച മണ്ണിൽ നിന്ന് പുറത്താക്കുന്ന രംഗമുണ്ടല്ലോ, ആർക്കത് സഹിക്കാൻ കഴിയുക? നമുക്ക് ലേശം ഇങ്ങനെ ന്യൂനപക്ഷങ്ങളോട് ഇങ്ങനെ ഗവൺമെന്റ് സമീപനം, അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകേണ്ടി വരുമോ? മുസ്ലിമായി ജീവിക്കാനുള്ള പ്രയാസം ഉണ്ടാവുമോ? ടെൻഷൻ ഉണ്ട് അല്ലേ, ബേജാറുണ്ട് അല്ലേ? എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞ് ഇവിടെ നിന്നാൽ കൊല്ലണം എന്ന തീരുമാനമെടുത്ത ആ ഘട്ടത്തിൽ നബി തിരിച്ചു പോകേണ്ടി വരുന്നു. നബിക്ക് പോകേണ്ടി വരുന്നു. സ്വന്തം നാട്ടിൽ നിന്ന് ഒരു നിമിഷം മനസ്സിലിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്, കഴിയുമോ നമുക്ക്? അങ്ങനെ റസൂലുള്ള പോകുമ്പോൾ ആ മക്കയുടെ രാജ്യത്തിന്റെ സവിശേഷത എടുത്തു പറയുന്നു. വല്ലാഹി ഇന്നക ലഖൈറു അർളിൻ ലഖൈറു അർളില്ലാഹ്, ഈ ഭൂലോകത്ത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും ഉന്നതമായ പ്രദേശം മക്ക, നീയാകുന്നു മക്ക, പ്രിയപ്പെട്ട മക്ക എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ള കണ്ണീർ കണങ്ങൾ എത്തിക്കൊണ്ട് പറയുന്നു, വഅഹബ്ബു അർളിൻ ഇലല്ലാഹ്, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശം, വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തും, ഈ ദുഷ്ടരും തമ്മാടികളുമായ ആളുകൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമായിരുന്നില്ല എന്ന്. അപ്പൊ എത്രമാത്രം സവിശേഷതയുണ്ട്. മുഅ്മിനുകളുടെ ഹൃദയം അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നു. ഫജഅല അഫ്ഇദത മിനന്നാസി തഹ്വി ഇലൈഹിം, ല്ലേ? പോകാത്ത ആളുകൾക്ക് തോന്നുന്നില്ലേ പഠിച്ചവനെ? ഒരൽപ്പം ഈമാനിന്റെ കണിക മനസ്സിലുള്ള ഒരു ചെറിയ കുട്ടിക്ക് പോലും ആ കഅബാലയത്തിലൊന്ന് എത്തേണ്ടിയിരുന്നു, അവിടെ നിന്ന് കാണേണ്ടിയിരുന്നു എന്ന് ആഗ്രഹമില്ലാത്ത ഒരാളില്ല. പവിത്രത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റാത്ത സംസമിന്റെ ഉറവ, ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയുള്ള ആളുകൾ ദിനേന എന്നോണം കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പവിത്രത, ലിമാ ശുരിബലഹു, ഏതൊരു കാര്യത്തിനാണോ കുടിക്കുന്നത് അതിന് ആശ്വാസമുണ്ടാകും, ശിഫയുണ്ടാകും, ഫലമുണ്ടാകും എന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ സംസം ഇന്നും അവിടെ തന്നെ നിലകൊള്ളുന്നു. അത്ര പവിത്രതയുള്ള വെള്ളം. ചരിത്രം ഒരുപാട് അയവിറക്കാനുണ്ട്. ആ മക്കയും അറഫയും മദീനയുമായ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അറഫയെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് ആളുകൾ സ്വർഗത്തിലെത്താൻ മാത്രം പര്യാപ്തമായ നിലയിൽ വളരെ പവിത്രമായ ദുൽഹിജ്ജ 9 അല്ലാഹ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ വിശദീകരണവും കാര്യങ്ങളും ഒക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട് വീണ്ടും നമുക്ക് മനസ്സിലാക്കാം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്ര പവിത്രതയുള്ള നാട്, നമ്മളുടെ പാപം പൊറുപ്പിക്കാൻ പറ്റുന്ന നാട്, നമ്മൾക്ക് ഹുദയുള്ള നാട്, പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ പുണ്യ പ്രദേശങ്ങള്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 13 വർഷം ബാക്കി മദീനയിലും
ആ പ്രദേശങ്ങളൊക്കെ തന്നെ ഏതൊരു മുസ്ലിമിനും അഭിമാനമാണ്, സന്തോഷമാണ്. നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ പുറപ്പെടണം. ആ ഒരു ചിന്താഗതി നമ്മളുടെ മനസ്സിൽ ഉണ്ടായിത്തീരണം. മഹത്വമേറിയ ഈ രാജ്യത്തെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവിടെ എത്തിപ്പെടാനുള്ള ഭാഗ്യം നൽകണം എന്ന ചിന്തയും ഒരു മുസ്ലിമിന്റെ മനസ്സിൽ മതിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമ്മൾക്ക് ആ സാഹചര്യം കിട്ടണം. ഹജ്ജിന് പോകാൻ കഴിയണം, പോയവർക്ക് വീണ്ടും പോകാൻ കഴിയണം, ഉംറ ചെയ്തവർക്ക് വീണ്ടും ഉംറ ചെയ്യാൻ കഴിയണം. പോകാൻ സാധ്യമല്ലാത്ത ആളുകൾക്ക് അതിനുവേണ്ടി അവസരം ലഭിക്കണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി കാശ് ഇപ്പോഴേ എടുത്തു വെക്കാൻ കഴിയുന്ന ആളുകൾ എടുത്തു വെച്ച് സ്വരൂപിച്ച് ആ നിലക്ക് ആ ഉദ്ദേശം പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യവും സൂക്ഷ്മവുമായ നിലക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുവാനും ഇസ്ലാമിന്റെ 5ാമത്തെ കാര്യമായ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കുന്ന, അതിലൂടെ സ്വർഗം നേടുന്ന സജ്ജനങ്ങളിൽ പെടാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഊസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, ഈ പരിശുദ്ധ ഖുർആൻ ലോക മനുഷ്യർക്ക് വെളിച്ചമാണ്. ലോക മനുഷ്യർക്ക്, കേരളത്തിലല്ല, മുസ്ലിങ്ങൾക്കല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും. ഇതിന് അഫലാ യതദബ്ബറൂന ഖുർആന, ഖുർആന്റെ ഒരൊറ്റ ചോദ്യം മതി എല്ലാവർക്കും. നിങ്ങൾ മനുഷ്യരോടാ പറയാം, നിങ്ങൾ ഈ ഖുർആൻ സൂക്ഷ്മമായി പരിശോധിച്ച് പഠിക്കുന്നില്ലേ? അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടുകൾ ഇട്ട് വെച്ചിട്ടുണ്ടോ? പൂട്ടുണ്ട്, യാതൊരു സംശയമില്ല. പഠിക്കാതിരിക്കാൻ ഒരുപാട് പൂട്ടുകൾ നമ്മളെ മനസ്സിലുണ്ട്. വെട്ടി തുറന്ന് ഞാൻ പറയുന്നു, ഒന്ന് അങ്ങനെയൊക്കെ മതി, നിസ്കരിച്ചാൽ മതി, നോമ്പെടുത്താൽ മതി എന്നുള്ള ചിന്താഗതിയും ഖുർആനുമായിട്ട് അത്ര ബന്ധം മതി എന്നാരോ പറഞ്ഞു പഠിപ്പിച്ച വശം. ആരാ ഇത് പറഞ്ഞിട്ടുള്ളത്? സൂറത്തുൽ നംലിൽ അവസാനത്തെ ഭാഗത്ത് കാണാം, ഖുർആൻ പാരായണം ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. സാവധാനത്തിൽ, എങ്ങനെയാണോ നിയമം അനുസരിച്ച് പാരായണം ചെയ്യുക. വേറെ ആയത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ ഖുർആൻ സൂക്ഷ്മമായി പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അത് കഴിയണമെങ്കിൽ പഠിക്കണ്ടേ? എങ്ങനെയാ കഴിയല്ലാതെ? അതിന് ഈ കേരളത്തിൽ നമ്മളാണ് ആ സംരംഭം തുടക്കം വെച്ചു കുറിച്ചിട്ടുള്ളത്. കണ്ണ് പൊട്ടിപ്പോകും ഖുർആൻ തൊട്ടാൽ എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഒരുപാട് പാക്കറ്റുകളിലാക്കി, കടലാസിലാക്കി, ചുരുട്ടിപ്പൂട്ടി അട്ടത്ത് വെച്ചെടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ തിരിച്ചെടുത്ത് ആണിനും പെണ്ണിനും പെണ്ണ് പഠിക്കാനേ പാടില്ല. ഏതുവരെ എന്ന് ചോദിച്ചാൽ 7ാം ക്ലാസ്സില്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ, പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികൾ ഉണ്ടാവും. അതുകൊണ്ട് സ്കൂളിലെ പാഠപുസ്തകത്തിൽ നിന്ന് സബ്ബീസ്മ റബ്ബിക്കൽ അഅ്ല എന്ന സൂറത്ത് ഒഴിവാക്കണം. അതുപോലെ ഫാത്തിഹ പഠിപ്പിക്കാൻ പാടില്ല എന്ന് സമരം ചെയ്ത ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നത്. അവിടുന്നൊക്കെ മാറ്റിക്കൊണ്ടുവന്ന് അവരുടെ പെണ്ണുങ്ങൾ വരെ ക്ലാസ് എടുക്കുന്ന, സ്കൂൾ ടീച്ചർമാരായി മാറുന്ന, അറബിയും ഖുർആനിലെ ഈ പറഞ്ഞ വചനങ്ങളും പഠിപ്പിക്കുന്ന കോളേജിലെ അധ്യാപികമാരായി മാറുന്ന, നിത്യവും എല്ലാ ദിവസവും പഠിപ്പിക്കുന്ന ആളുകളായി മാറുന്ന സാഹചര്യത്തിലേക്ക് ഈ സമുദായത്തെ മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്തേ കാര്യം? ഖുർആൻ അത് അങ്ങനെയുള്ളതാ, എല്ലാവർക്കും വെളിച്ചമുള്ള മനസ്സിൽ. അതുകൊണ്ട് തന്നെ അതിന്റെ സംരംഭം, ഈ വെളിച്ചം ആ മുസ്ലിങ്ങളിലേക്ക് വരെ എത്തത്തക്ക വിധത്തിലുള്ള വിശാലമായ സംരംഭമാണ് ഖുർആൻ വെളിച്ചം പദ്ധതിയിലൂടെ ISM ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ വർഷവും അതിന്റെ സംഗമം, കേരളത്തിൽ അതിന്റെ സംഗമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സംഗമം തന്നെ, മറ്റു ഭാഗങ്ങളിലൊക്കെ എക്സാം നടക്കാറുണ്ട്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് ഈ 18-ാം തീയതി കാഞ്ഞങ്ങാട് വെച്ച് നടക്കുകയാണ്. നമ്മൾ അതിൽ സംബന്ധിക്കുകയും കഴിയുന്ന ആളുകൾ അത് വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാവുക.
അതിന്റെ എക്സാമിൽ പങ്കെടുത്ത് അമുസ്ലിങ്ങൾ വരെ ഫസ്റ്റും സെക്കൻഡും വാങ്ങുകയും ഖുർആനെ സംബന്ധിച്ച് നല്ല അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിന് യാതൊരു കുഴപ്പമില്ല. നമ്മൾ അഭിമുഖീകരിക്കുന്ന സകലമായ പ്രശ്നങ്ങൾക്കും പരിഹാരം അതേ ഉള്ളൂ. ഒരു തീവ്രവാദി ഒരുപാട് ആളെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ അവൻ മുസ്ലിം അല്ല എന്ന് പഠിപ്പിക്കാൻ ഖുർആനിലെ ആയത്തുണ്ട്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമാ ഖതല الناس ജമിഅ. ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് സമമാണ് നിരപരാധികളെ കൊന്നാൽ. ഇത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വിശാലമായ ഈ നിലക്കുള്ള സംരംഭങ്ങളെ വിജയിക്കൂ, അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. സഹോദരങ്ങളെ, ആ സംരംഭത്തിന് വേണ്ടി വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഒരു കളക്ഷൻ നടത്തുന്നുണ്ട്. അതിലെല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആന്റെ വക്താക്കളായി ജീവിച്ച് മരിച്ചു പോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ കഅബാലയത്തിൽ പോകാനും ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സകല രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം കാരുണ്യവാൻ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വയാ ഖാദിൽ ഹാജാത്ത്. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.